ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ലൈഫിൽ വ്യത്യാസങ്ങൾ എല്ലാവരുടെ ജീവിതവും ഒരുപോലല്ല. എല്ലാവരുടെയും ജീവിതം വ്യത്യസ്തമായ രീതിയിലാണ് പ്രകടിപ്പിക്കുന്നതും. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മളുടെ ലൈഫിനെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വിഷയങ്ങളാണ് ജയവും പരാജയവും, സക്സസ് ആൻഡ് ഫെയിലുവർ, അല്ലേ? നമ്മൾ പറയും ചില വ്യക്തികൾ സക്സസ്ഫുൾ ആണെന്ന് പറയും, ചിലർ ഫെയിലുവർ ആണെന്ന് പറയും, അല്ലെങ്കിൽ ഫെയിൽഡ് ആണെന്ന് പറയും. ജീവിതത്തിൽ അവരേർപ്പെടുന്ന മേഖലകൾ വ്യത്യസ്തമായിരിക്കാം. എന്നാൽ തന്നെ നമ്മൾ സക്സസ്, ഫെയിലുവർ, ഈ രണ്ട് കാറ്റഗറിയെക്കുറിച്ച് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപക്ഷെ നമ്മൾ സക്സസ്ഫുൾ ആയിരിക്കാം, നമ്മൾ ഫെയിലുവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി ഫെയിലുവേഴ്സ് നമ്മൾ ഫേസ് ചെയ്തതിന് ശേഷം നമ്മൾ സക്സസ്ഫുള്ളായ വ്യക്തികളായിരിക്കാം. അപ്പോൾ ഇതെന്താണ് ശരിക്കും പറഞ്ഞാൽ സക്സസ് എന്താണ്, ഫെയിലുവർ എന്താണ് എന്നുള്ളത് നമ്മളുടെ സമൂഹം നമുക്ക് തരുന്ന ചില മെസ്സേജ് ഉണ്ട്. അത് കൃത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തിൽ ചില കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും അതിനകത്തിലൊത്തിരി പോരായ്മകൾ അല്ലെങ്കിൽ യുക്തിയുടെ അഭാവങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ വിജയിച്ചൊരു വ്യക്തിയും വിജയിക്കാത്തൊരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ ഏത് മനുഷ്യൻ്റെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അപ്പോൾ മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ്. വി ഓൾ പീപ്പിൾ ആർ ഡിഫറെൻറ്റ്, പല തരത്തിലല്ലേ. എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം സെയിം ആയിരിക്കത്തില്ല, നമ്മുടെ അറിവ് സെയിം ആയിരിക്കത്തില്ല, നമ്മളുടെ മെറ്റീരിയൽ മോണിറ്ററി കണ്ടീഷൻസ് എന്നുവെച്ചാൽ സാമ്പത്തികം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തികൾക്കിടയിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാകാം. പിന്നെന്താണ് അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണല്ലോ ബേസിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ചില വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ബാക്കി സ്വഭാവവും പെരുമാറ്റമൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ സക്സസ്സിനെ ഫെയിലുവറിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഏത് ഘടകങ്ങൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തികൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാകും തീർച്ചയായിട്ടും. എന്തിനാൽ തന്നെയും ഇപ്പോൾ രണ്ട് വ്യക്തികൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എഡ്യൂക്കേഷനുള്ള വ്യക്തികളായിരിക്കും, പക്ഷേ അവർ രണ്ടുപേരും സക്സസ്ഫുൾ ആയിരിക്കാം. രണ്ട് വ്യക്തികൾ ഒരേ രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, പക്ഷേ അതിലൊരാൾ സക്സസ്ഫുൾ, ഒരാൾ അൺസക്സസ്ഫുൾ ആയിരിക്കും ലൈഫിൽ. അപ്പോൾ ഇതിനൊരു വൺ സൈസ് ഡസ് നോട്ട് ഫിറ്റ് ഓൾ എന്നുള്ളതല്ല കേട്ടോ. എല്ലാവർക്കും ഒരേ സൈസ്, ഒരേ മാനദണ്ഡം വെച്ച് നമുക്ക് എല്ലാത്തിനെയും അളക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അളക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള പരിതസ്ഥിതികളുടെ, എൻവയൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇക്കോസിസ്റ്റത്തിൻ്റെ ഒക്കെ തന്നെ, അല്ലെങ്കിൽ കണ്ടീഷൻസിൻ്റെ ഒക്കെ പ്രോഡക്റ്റ്സാണ്. ഫാമിലിപരമായിട്ടും കുടുംബപരമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഓഫ് ഡിഫറെൻറ്റ് എൻവയൺമെൻറ്റ്സ് ആണ്. കാരണം നമ്മളെ സ്വാധീനിക്കുന്നതിലും നമ്മളെ ഉണ്ടാക്കിയെടുക്കുന്നതിലും നമ്മൾ സ്ഥിരമായി ഏർപ്പെടുന്ന എൻവയൺമെൻറ്റിന്, പരിതസ്ഥിതി നമ്മൾ പറയുന്നില്ല, ഇക്കോസിസ്റ്റം. അത് നമ്മളെ വീട്ടിലാണെങ്കിൽ, കുടുംബത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന എവിടെയാണോ, ഇല്ലേ, നമ്മളുടെ ഊർജ്ജം സ്പെൻഡ് ചെയ്യുന്ന എവിടെയാണോ അവിടെയാണല്ലോ നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ എക്സ്പോസ് ചെയ്തിരിക്കുന്ന എവിടെയാണ് നമ്മുടെ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എൻവയൺമെൻറ്റ് നമ്മളെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട്. അങ്ങോട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ട്. കാരണം നമ്മുടെ പേഴ്സണാലിറ്റിക്ക് അനുയോജ്യമായിട്ടുള്ള എൻവയൺമെൻറ്റ് തിരഞ്ഞെടുക്കുന്നതും, അല്ലെങ്കിൽ കാരണം അങ്ങനെ സംഭവിക്കത്തുള്ളൂ. കാരണം വി ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ്, ഇല്ലേ, എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളിലേക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ള എൻവയൺമെൻറ്റ് അട്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് രണ്ട് രീതിയിലും ശരിയാണ്. എന്തുകൊണ്ട് രണ്ട് വ്യക്തികൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എൻവയൺമെൻറ്റിൻ്റെ യിലേക്ക് എക്സ്പോസ്ഡ് ആകുന്നു, അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എൻവയൺമെൻറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് ചോദിച്ചാൽ അത് ആ വ്യക്തികൾക്കിടയിലുള്ള വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വ്യക്തികൾ വ്യത്യസ്തമാണ്, വ്യക്തികളുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, അവർ ഈ ജീവിതത്തിൽ യാത്ര ചെയ്യുന്ന അവസ്ഥകൾ വ്യത്യസ്തമാണ്. എന്നുവെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള എഡ്യൂക്കേഷൻ, വ്യത്യസ്തമായിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഇൻ്റലിജൻസ്, ഇല്ലേ. ഇപ്പോൾ രണ്ട് വ്യക്തികൾക്ക് ഒരേ തരത്തിലുള്ള ബുദ്ധി ആയിരിക്കത്തില്ല, കഴിവായിരിക്കത്തില്ല, വ്യത്യസ്തമായിട്ടുള്ള കഴിവായിരിക്കും. ലോകം മൊത്തം അങ്ങനെ തന്നെയാണല്ലോ. കാരണം ഒരുപോലുള്ള ആൾക്കാർ ഒരിക്കലുമില്ല. എന്നിരുന്നാൽ തന്നെയും ഇതൊക്കെ ഒരു വ്യത്യാസമെന്ന് നമുക്ക് പറയാം. എങ്കിൽ തന്നെയും ഒരു വ്യക്തിക്ക്, ഒരു പ്രത്യേക വ്യക്തിയെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകും തോറും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്നുവെച്ചാൽ നമ്മുടെ കഴിവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട, ലക്ഷ്യമുണ്ടെങ്കിൽ, എല്ലാവർക്കും ലക്ഷ്യമുണ്ട്, പക്ഷേ ആ ലക്ഷ്യം നമ്മളെ എങ്ങോട്ട് നയിക്കുന്നു എന്നുള്ളതാണ് ആ വ്യത്യാസം. അത് മറ്റൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന ലക്ഷ്യബോധമില്ലാത്തൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ലക്ഷ്യബോധത്തില്ലാത്തൊരു വ്യക്തി എന്ന് പറയുക, അതൊക്കെ വെറും ചുമ്മാണ്. കാരണം ആ വ്യക്തിക്ക് ഒരു ലക്ഷ്യമുണ്ട്, പക്ഷേ ആ ലക്ഷ്യം
ഒരുപക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് സ്യൂട്ടബിൾ ആകുന്ന ഒരു ലക്ഷ്യമായിരിക്കത്തില്ല. പക്ഷേ എന്നാലും ഒരു ലക്ഷ്യമുണ്ട്, മനസ്സിലായല്ലോ. നമ്മൾ പറയാൻ വെറുതെ നടക്കുകയാണ് അല്ലെങ്കിൽ ചുമ്മാ നടക്കുകയാണ്, ഒരു ലക്ഷ്യമില്ല, അത് സത്യമല്ല. ആ വ്യക്തിക്ക് ഒരു ലക്ഷ്യമുണ്ട്, പക്ഷേ ആ ലക്ഷ്യം കൺസ്ട്രക്റ്റീവ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അനുകൂലമായിരിക്കത്തില്ല, ഫേവറബിൾ ആയിരിക്കത്തില്ല നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യുന്നതിന് വേണ്ടി. ബട്ട് സ്റ്റിൽ ഹി ഓർ ഷീ ഹാസ് എ ഗോൾ എന്നുള്ളതാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ വ്യക്തിയുടെ സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും ശരി, അല്ല നമ്മൾ പറയുന്ന വ്യത്യാസങ്ങൾ വ്യക്തികൾക്കിടയിൽ എന്ത് തന്നെ ഉണ്ടായിരുന്നാലും ശരി, ആ വ്യക്തിക്ക് ഈ സമൂഹത്തിൽ, ഈ ലോകത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തെ ബെറ്റർ ആക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ എപ്പോഴും ഉണ്ടാകും. അവസരങ്ങൾ എപ്പോഴും ലഭ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസരങ്ങൾ നമുക്ക് ലഭ്യമല്ല, പക്ഷേ അത് തീർച്ചയായിട്ടും നമുക്ക് ചുറ്റിനും അവസരങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും എല്ലാ വ്യക്തിക്കും ഉണ്ടാകും. ആ വ്യക്തിയുടെ ജീവിതത്തിന് അനുകൂലമായിട്ടുള്ള, പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളുണ്ടില്ലെന്ന് പറയുന്നില്ല. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു ബെഡ് ഓഫ് റോസസ് അല്ല. നമുക്ക് സ്മൂത്തായിട്ടുള്ളൊരു യാത്ര ജീവിതത്തിൽ ഒരിക്കലും സാധ്യമാകത്തില്ല. കാരണം ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും. നമ്മൾ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ സ്ട്രഗിളാണ്. അപ്പം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ പ്രതികൂലമായിട്ടുള്ള ഒട്ടനവധി സാഹചര്യങ്ങളുണ്ട്. കാരണം നമ്മൾ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് മനുഷ്യൻ ഇത്രയും കാലം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതും ജീവിച്ച് മുമ്പോട്ട് പോകുന്നതാണ്. അപ്പം നമ്മളുടെ സക്സസ് എന്ന് പറയുന്നതും വിക്ടറി എന്ന് പറയുന്നതും അല്ലെങ്കിൽ വിജയം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് അതിനെ നമ്മൾ ഓവർകം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയും സക്സസ്ഫുൾ ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ട്രഗിൾസിൽ കൂടെയാണ്, അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ മറികടന്ന് അല്ലെങ്കിൽ ഒരു സ്ട്രഗിളിൽ നിന്ന് മറ്റൊരു സ്ട്രഗിളിലേക്ക്, ഒരു സ്ട്രഗിളിനെ മറികടന്ന് മറ്റൊരു സ്ട്രഗിളിലേക്ക് പോവുക, അവിടെ നിന്ന് മറ്റൊരു. അപ്പോൾ ലൈഫ് എന്ന സീരീസ് ഓഫ് സ്ട്രഗിൾസാണ്. അപ്പോൾ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷേ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ട് താനും, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ആ അനുകൂല സാഹചര്യങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മുടെ അവസരങ്ങൾ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച്. ഇപ്പം ഒരു വ്യക്തിയുടെ എഡ്യൂക്കേഷൻ നമ്മളെടുത്ത് നോക്കാൻ പലതരത്തിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഒരാൾ BCom ആയിരിക്കും, ഒരാൾ BSc ആയിരിക്കും, ഒരാൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരിക്കും, ഒരാൾ പ്ലംബർ ആയിരിക്കും, ഒരാൾ ഫിറ്റർ ആയിരിക്കും, ഒരാൾ ഇലക്ട്രീഷ്യൻ ആയിരിക്കും, ഒരാൾ പിന്നെ അഭിനയിക്കാൻ കഴിവുള്ളതായിരിക്കും, ഒരാൾ എഴുതാൻ കഴിവുള്ളതായിരിക്കും, പാടാൻ കഴിവുള്ളതായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളാണെങ്കിൽ തന്നെയും അവസരങ്ങൾക്ക് ഒരിക്കലും ഒരു കുറവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കുറവില്ല. ഇനി മറ്റൊരാളെ പോലെ നമുക്കാകാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാത്തത്. ഇപ്പോൾ ഒരു പാട്ടുകാരൻ ഒരാൾക്ക് നന്നായിട്ട് പാടാൻ കഴിയും. ആ വ്യക്തിയുടെ വിചാരം, ആഗ്രഹം യേശുദാസിനെ പോലെ അല്ലെങ്കിൽ അതുപോലുള്ളൊരു പാട്ടുകാരൻ, കേരളത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അങ്ങനെ ആ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ പുള്ളിയെ പോലെ പാടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. അത് നമ്മളെ തീർച്ചയായിട്ടും നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും. അതേസമയം പാടാൻ കഴിവുണ്ട്. അപ്പോൾ പാടാൻ കഴിവുള്ളപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയായിട്ട് തന്നെ നിലനിൽക്കുക. ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും അവസരങ്ങളുണ്ടോ എന്ന് തേടിപ്പിടിച്ച് അവസരങ്ങളെ വിനിയോഗിക്കുക, ഉപയോഗിക്കുക എന്ന് മാത്രമേ അതിനകത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എഴുതാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് നല്ലവണ്ണം എഴുതാനുള്ള കഴിവുണ്ട്. എഴുതാൻ മീൻസ് നമ്മൾ റൈറ്റിംഗ്, ഒരു ഓതർ എന്ന സെൻസിൽ. അപ്പോൾ എനിക്കിപ്പോൾ മറ്റൊരു വലിയൊരു ഓതറിനെ പോലെ ആയിത്തീരണം അല്ലെങ്കിൽ അതുപോലെ ആകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇമിറ്റേഷനാണ്, നമുക്കൊരിക്കലും സാധ്യമല്ല. എനിക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളും ആ കഴിവുകൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ നോക്കുക. ആ സാഹചര്യങ്ങൾ നമ്മൾ തേടിപ്പിടിക്കുകയോ ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്ത് എന്നിട്ട് നമ്മൾ ആ സാഹചര്യങ്ങൾ നമ്മൾ വിനിയോഗിക്കുക. അപ്പോൾ ഒട്ടുമിക്ക പരാജയം ജീവിതത്തിൽ ഉണ്ട് എന്ന് പറയുന്ന വ്യക്തികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കഴിവില്ലായിട്ടോ ബുദ്ധിയില്ലായിട്ടോ ഒന്നുമല്ല. ആ വ്യത്യാസം സക്സസ്ഫുള്ളും അൺസക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം, അല്ലെ സക്സസ്സും ഫെയിലുകളും തമ്മിലുള്ള വ്യത്യാസം എന്നല്ല. സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികൾ അവർക്ക് ഈ പറഞ്ഞ അവരുടെ ജീവിതത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിക്കുവാനും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ അനുകൂലിക്കുന്ന സാഹചര്യങ്ങളെ തേടിപ്പിടിക്കാനും അതിൽ നിന്നുള്ള അവസരങ്ങളെ ഉപയോഗിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വ്യത്യാസം. മറിച്ച് ഫെയിൽഡ് അല്ലെങ്കിൽ പരാജിതർ എന്ന് നമ്മൾ പറയുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് ലോകത്തിലെന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അവർ പരാജയപ്പെടുന്നതിൻ്റെ കാരണം ഈ അവസരങ്ങളെ കാണുവാൻ കഴിയാത്തതും, ഇനി അവസരങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പല കാരണങ്ങളുണ്ടാകാം. പല കാരണങ്ങൾ അതിനുണ്ടാകാം. പല കാരണങ്ങൾ കൊണ്ട് ഈ അവസരങ്ങളെ കൃത്യമായി വിനിയോഗിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഫെയിലാകുന്നത് അല്ലെങ്കിൽ ഫെയിൽഡ് ആകുന്നത് പറഞ്ഞാൽ. ഏതൊരു ഫീൽഡിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ എനി വോക്ക് ഓഫ് ലൈഫ് എന്ന് നമ്മൾ പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞ സിംഗേഴ്സ് ഇപ്പോൾ 2 പേർക്ക് പാടാൻ സാധിക്കും.
നന്നായിട്ട് പാടുന്ന 2 പേര്. അപ്പോൾ ഒരാൾ സക്സസ്ഫുള്ളായി, ഒരാൾ അൺസക്സസ്ഫുള്ളായി. ബാഹ്യമായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ടാകും, മനസ്സിലായല്ലോ. എന്തിനകത്തന്നെയും നമുക്ക് ഒരു ഹൈപ്പോത്തിക്കേഷന് വേണ്ടി 2 പേർക്ക് ഒരേ തരത്തിലുള്ള സാഹചര്യം അല്ലെങ്കിൽ 2 പേർക്ക് ഒരേ തരത്തിലുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഒരാൾക്ക് ബെറ്ററായിട്ട് ആ അവസരം ഉപയോഗിക്കാനും മറ്റൊരാൾക്ക് അതിനെ പല കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഒരാൾ സക്സസ്ഫുൾ ആകും, ഒരാൾ അൺസക്സസ്ഫുൾ ആകും. ഇനി പഠിക്കാൻ തന്നെ, പഠിക്കാൻ എല്ലാവർക്കും കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഠിക്കാനും കഴിവ് എല്ലാവർക്കും ഉണ്ട്. അപ്പം ശരിക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ അവർ ആ അവസരത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടും, ശരിക്കും പഠിക്കാത്ത അല്ലെങ്കിൽ പരീക്ഷയിൽ മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ അവർ മണ്ടന്മാരായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിയില്ലാട്ടോ അല്ല, അവർ ആ സാഹചര്യത്തെ അല്ലെങ്കിൽ അവസരത്തെ കൃത്യമായി വിനിയോഗിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി ഉള്ള 2 കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരാൾ ബെറ്ററായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഒരാൾ അത്രയും ബെറ്ററായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഉള്ള അവസരങ്ങളെ കൃത്യമായി വിനിയോഗിക്കാൻ പരാജയപ്പെടുന്നു. അതിൽ തന്നെ ഒരു പരാജയത്തിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ അവസരത്തെ നമ്മൾ വിനിയോഗിക്കുന്നതിൻ്റെ ആ വ്യത്യാസമാണ് ഒരാൾ സക്സസ് ആകുന്നതും ഫെയിലർ ആകുന്നതും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ നമുക്ക് അവസരം നിഷേധിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവസരം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിലായ വ്യക്തി ആയതുകൊണ്ടോ ഒന്നുമല്ല നമുക്ക് ഈ പറഞ്ഞ ജീവിതത്തിൽ സക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. ഇനി നമ്മൾ മറ്റൊരാൾ സക്സസ്ഫുൾ ആയതുപോലെ നമുക്ക് ആകാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകാൻ സാധിക്കത്തില്ല. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നത് ഒരു ഫൂളിഷ്നെസ് ആയിരിക്കും, വിഡ്ഢിത്തരമായിരിക്കും. കാരണം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. നമുക്കെന്താകാൻ കഴിയുമോ അത് നമ്മളാകുക. നമുക്ക് ലഭ്യമായിട്ടുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ പങ്കെടുക്കുന്നു. നമുക്കിപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന ഒരു വ്യക്തിയുടെ ഒപ്പം തന്നെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് മാർക്ക് മേടിക്കണമെന്ന് കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. അതിന് പകരം നമ്മുടെ കഴിവുകളെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ആ കഴിവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തെ അവസരത്തെ നമ്മൾ വിനിയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബെറ്ററായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അവിടെ ഒരു കമ്പാരിസണോ അല്ലെങ്കിൽ ഇമിറ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് വ്യക്തി ഏത് തലത്തിലായാലും ശരി, ഉയർന്ന തലമെന്നോ താഴ്ന്ന തലമെന്നോ ഉള്ള വ്യത്യാസം ഞാൻ പറയുന്നില്ല. പക്ഷേ ഏത് തലത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായാലും ശരി, നിലനിൽക്കുന്ന ഒരു വ്യക്തിയായാലും ശരി, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട അവസരങ്ങളെ നമുക്ക് കൂടുതൽ ഫലപ്രദമായിട്ട് ക്രിയാത്മകമായിട്ട് വിനിയോഗിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫെയിലുവർ എന്നുള്ളൊരു അവസ്ഥയുടെ നിരാശ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ. ഇപ്പോൾ എല്ലാവർക്കും ഒരു പ്രൈം മിനിസ്റ്റർ ആകാം എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. എല്ലാവർക്കും ചീഫ് മിനിസ്റ്റർ ആകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. എല്ലാവർക്കും പിന്നെ ഒരു ബിസിനസ് ടൈക്കൂൺ ആകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല, ഇല്ലേ? എല്ലാവർക്കും നമ്മുടെ എന്താണ് പറയുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റ് ആകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. എല്ലാവർക്കും പറ്റത്തില്ല. പക്ഷേ അതിനുള്ള സാധ്യതകളുണ്ട്, ഇല്ലേ? അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. പക്ഷേ എല്ലാവർക്കും പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അവസ്ഥയിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും IAS ടോപ്പ് റാങ്കർ ആകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. ബട്ട് നമുക്ക് അതിനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ, ലഭ്യമാണെങ്കിൽ, അതിനുള്ള നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനു വേണ്ടി അറ്റംപ്റ്റ് ചെയ്യാമെന്നാണ്, നമുക്ക് ശ്രമിക്കാമെന്നാണ്. അതിലേത് കാര്യം. ഇപ്പം നിങ്ങൾക്കൊരു എന്താണ് പറയുന്നത് സൂപ്പർ മെഗാസ്റ്റാർ ആകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറ്റുമെന്നുള്ള ചോദ്യത്തിനപ്പുറം നമ്മൾ അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വിനിയോഗിച്ച് പരമാവധി വിനിയോഗിക്കുക എന്നുള്ളതാണ്. നമ്മളതിനെ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ജീവിതത്തിൽ സക്സസിൻ്റെയും ഫെയിലുവറിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. ഏത് തലത്തിലായാലും ശരി, ചെറിയ തലത്തിൽ ആയാലും ശരി, വലിയ തലത്തിലായാലും ശരി, ഇപ്പം സക്സസ്ഫുൾ ബിസിനസ് മാൻ, അൺസക്സസ്ഫുൾ ബിസിനസ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ബിസിനസ് നമ്മൾ പറയുന്ന മുതലാളി അല്ലെങ്കിൽ ബിസിനസ് ഓണർ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അവസരങ്ങളെ കൂടുതൽ ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്തിയത് കൊണ്ടും, മറിച്ച് പരാജയപ്പെട്ട വ്യക്തി അവസരങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടായിട്ട് ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവസരങ്ങളെ കണ്ടുപിടിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ടായിരിക്കും ഈ വിജയവും പരാജയവും ഉണ്ടാകുന്നത്. മറ്റു ഘടകങ്ങളൊക്കെ സെയിം ആണെന്നിരിക്കെ ഇതായിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ടൊരു വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് തലത്തിലായാലും ശരി ആ തലവുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്, എവിടെയുണ്ട്, എപ്പോഴും ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും, അവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. കാരണം അതിനനുസരിച്ചുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും.
ഇപ്പം ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു യുക്തിപരമായിട്ടുള്ള കാര്യമാണ്. കാരണം ജോലി എവിടെ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അതിനെ തേടി പിടിച്ചു പോവുക, അത് ജോലി ചെയ്യാനുള്ള സന്നദ്ധത കാണിക്കുക എന്നുള്ളതാണ് അവിടെ ആ പറഞ്ഞ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും വിജയം എന്ന് പറയുന്ന, സക്സസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുവാൻ സാധ്യമാക്കുന്നുണ്ട്. അങ്ങനെ ഏത് തലത്തിലും വർത്തിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ കഴിവുകളും അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള വ്യക്തികളാണെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അവസരങ്ങൾ എപ്പോഴും എവിടെ ഉണ്ടാകും. നമ്മൾ മറ്റുള്ള ഒരാളെപ്പോലെ ആയിത്തീരാൻ വേണ്ടി കമ്പാരിസൺ അല്ലെങ്കിൽ ഇമിറ്റേഷൻ, ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ അൺഹെൽത്തി ആയിട്ടുള്ള രണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. അതിനെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം നമുക്കുള്ള കഴിവുകളെ, നമുക്കുള്ള അറിവുകളെ, അല്ലെങ്കിൽ നമുക്കുള്ള മെൻ്റൽ സ്ട്രെങ്ത്, ഇൻ്റലക്ച്വൽ സ്ട്രെങ്ത് ഒക്കെ ഉപയോഗിക്കാൻ പരുവത്തിലുള്ള അവസരങ്ങൾ എപ്പോഴും നമുക്ക് ചുറ്റിനും ഉണ്ടോ എന്ന് മനസ്സിലാക്കി, അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സീസ് ചെയ്യുക പെട്ടെന്ന് തന്നെ. എന്നുവെച്ചാൽ കയറി പിടിക്കുക, എന്നുവെച്ചാൽ അതിനെ നമ്മൾ ഉപയോഗിക്കുക, വിനിയോഗിക്കുക, അതിനെ ഏറ്റവും ഫലവത്തായിട്ട്, ക്രിയാത്മകമായിട്ട്, പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ആ അവസരത്തെ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളും സക്സസ്ഫുൾ ആകും. നമുക്ക് ഫെയിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിരാശയുടെ ആവശ്യം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഉണ്ടാകത്തില്ല, ഉറപ്പാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിയാലിറ്റി. എന്നുവെച്ചാൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെ നമ്മൾ കണ്ടെത്തുക അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞാൽ നമ്മളതിനെ മാക്സിമം നമ്മുടെ ലൈഫിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടി നമ്മളതിനെ വിനിയോഗിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ കഴിയുന്ന സ്വീകരിക്കാവുന്നൊരു മാർഗം എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ അവസരങ്ങളെ കണ്ടെത്തുന്നതിലും അവസരങ്ങൾ വിനിയോഗിക്കുന്നതിലും രണ്ട് പാർട്ടുണ്ട് തന്നെ. ഒന്ന് അവസരങ്ങളെ കണ്ടെത്തുക, രണ്ട് കണ്ടെത്തിയാൽ തന്നെ നമ്മളതിനെ വിനിയോഗിക്കുക, പരമാവധി എന്താണ് പറയുക, ക്രിയാത്മകമായിട്ട് അതിനെ വിനിയോഗിക്കുക എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ജോലിക്ക് വേണ്ടി സ്ഥിരം ശ്രമിക്കുകയും ജോലിക്ക് വേണ്ടി ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ശ്രമിക്കുന്നത്. ജോലിക്ക് വേണ്ടി ശ്രമിക്കാത്തൊരു വ്യക്തി അവസരങ്ങളില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അവസരങ്ങളെ തിരിച്ചറിയാതിരിക്കുകയും അതിനുവേണ്ടി ആ അവസരത്തെ ഉപയോഗിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നതിൻ്റെ വ്യത്യാസമാണ് ഒരാൾക്ക് ജോലി കിട്ടുന്നതും ഒരാൾക്ക് ജോലി കിട്ടാത്തതും. അപ്പോൾ തീർച്ചയായിട്ടും വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം, സക്സസും ഫെയിലുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവസരങ്ങളുള്ള വ്യത്യാസമാണ്. അവസരങ്ങളെ നമ്മൾ കണ്ടെത്തുകയും അതിനെ നമ്മൾ വിനിയോഗിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഫെയിലുകളിൽ നിന്ന് നമുക്ക് സക്സസ്ഫുൾ ആകാൻ സാധിക്കും, ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ നമ്മൾ വർത്തിക്കുകയാണെങ്കിൽ ശരി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.